ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. അതായത് വീക്ക്ലി അനാലിസിസ് എന്ന് തന്നെ പറയാം. ഒരു കമ്മിങ് വീക്കിലേക്ക് എന്തൊക്കെയാണ് ലെവൽസ് കാര്യങ്ങൾ. നമ്മൾ രണ്ട് അസറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഒന്ന് ഗോൾഡും രണ്ടാമത് ബിറ്റ് കോയിനും. അപ്പോൾ ഈ രണ്ടിലും കമ്മിങ് വീക്കിലേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വ്യൂസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, മേജറായിട്ടുള്ള സോൺസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ ചാർട്ട്. എന്താണ് സിറ്റുവേഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഗോൾഡാണ്. ഇപ്പോൾ ഞാൻ XAUSD ആണ് ചാർട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഗോൾഡിൻ്റെ ഒരു വീക്കിലി അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ, ലൈക്ക് ഒരു വീക്കിലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു താഴെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്. പക്ഷേ അത് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. അതായത് ഏറ്റവും നിയറസ്റ്റ് വരുന്ന ഡിമാൻഡ് സോൺ ആയിരുന്നു. പക്ഷേ വീക്കിലിയിൽ തന്നെ നമുക്കൊരു ബെയറിഷ് മൊമെൻറ്റം മാർക്കറ്റ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു ലെവൽ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ലാസ്റ്റ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് മുകളിലോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലോ പ്രീവിയസ് വീക്കിൽ, അതായത് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊരു സെല്ലിംഗ് പ്രഷറും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്, അത് എക്കണോമിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്. കാരണം ട്രംപ് വിൻ ചെയ്തതുകൊണ്ട് ഡോളർ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്താണ് ഗോൾഡിൻ്റെ മൂല്യം താഴേക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ് വന്ന് നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു വീക്കിലി ഡിമാൻഡിൻ്റെ അടുത്താണ്. പോരാതെ ഒരു FEG മിറ്റിഗേഷനും നടന്നിട്ടുണ്ട്. അതായത് വീക്കിലി ഉള്ള FEG മിറ്റിഗേഷനാണ് നടന്നിരിക്കുന്നത്. ലെറ്റ്സ് അതൊരു റെഡ് കളറിലേക്ക് ചേഞ്ച് ചെയ്യാം. വീക്കിലി മിറ്റിഗേഷൻ ഉള്ളതുകൊണ്ട് ഒരു റിവേഴ്സൽ ടെൻഡൻസി അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ കുറച്ച് ബൈ ട്രേഡ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ വീക്കിലി മിറ്റിഗേഷൻ നടന്നിട്ടുള്ളത്, അതായത് FEGയിൽ മിറ്റിഗേഷൻ നടന്നിട്ടുള്ളതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ട്രേഡ്സ് നോക്കിയത്. അപ്പോൾ ഇവിടെ നമുക്ക് വീക്കിലിയിൽ ഈ പറഞ്ഞ പോലെ മൊമെൻറ്റം ബെയറിഷ് ആണ്. അതായത് സ്ട്രക്ചർ വൈസ് നോക്കുമ്പോൾ നമ്മൾ ബെയറിഷ് ആണ് കാണിക്കുന്നതെങ്കിൽ കറൻ്റ് ഒരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സോണിൽ എത്തി നിൽക്കുകയാണ് മാർക്കറ്റ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഡെയിലി കൂടെ നോക്കാം എന്താ സിറ്റുവേഷൻസ്. അപ്പോൾ ഡെയിലി ആണെങ്കിലും സെയിം തന്നെയാണ്. അതായത് വീക്ക്ലിയും ഡെയിലിയും തമ്മിൽ മേജറായിട്ട് ഡിഫറൻസ് കാര്യങ്ങളൊന്നും അധികം വരാറില്ല. ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഡെയിലി ഉണ്ടായിരുന്ന ഒരു ലോ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഈ ഒരു ഇത് ഡിലീറ്റ് ചെയ്യുകയാണ്. കണ്ടോ, ഡെയിലി ഉണ്ടായിരുന്ന ഒരു ലോ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രോപ്പർ സ്വീപ്പ് മീൻസ് ക്യാൻഡിൽ ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ, അതായത് ഇത് തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ സ്വീപ്പ് നടന്നു. അതിൻ്റെ ഫ്രൈഡേ നോക്കിയാൽ എന്താണ്, നമുക്കൊരു ഇൻഡിസിഷൻ സോണാണ് വന്നിരിക്കുന്നത് അല്ലേ. അതായത് ഒരു പിൻബാർ കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ ഒരു പിൻബാർ അല്ല, ഒരു സ്പിന്നിങ് ടോപ്പ് കൈൻഡ് ഓഫ് ക്യാൻഡിലാണ്. അതായത് 50-50 പാർട്ടിസിപ്പേഷൻ കാണിക്കുന്ന ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് നെക്സ്റ്റ് വീക്ക് ഓപ്പണിങ്, അതായത് നാളെ മൺഡേ ഓപ്പണിങ് വരുന്ന ടൈമിൽ എന്താണോ ഇവിടെ പ്രൈസ് ആക്ഷൻ കാണിക്കുന്നത്, അതായത് വീക്കിലി വോളിയത്തിൽ എന്താണ് കാണിക്കുക എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് അനാലിസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡയറക്ഷൻ ചൂസ് ചെയ്യാനായിട്ട്. അത് ബെറ്റർ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മൺഡേയ്സിൽ മാക്സിമം ട്രേഡ്സ് ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ അത്രയും കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം ട്രേഡ്സ് എടുക്കുന്നതാണ്. കാരണം ഈ പറഞ്ഞ പോലെ രണ്ട് ഫാക്ടർ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വീക്കിലി നോക്കിയപ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ സ്ട്രക്ചർ വൈസ് മാർക്കറ്റ് ബെയറിഷ് ആണ്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഡെയിലി സ്ട്രക്ചർ കൂടെ നോക്കാം. വീക്കിലി ബെയറിഷ് ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ഡെയിലിയും ബെയറിഷ് ആയിരിക്കും. ഡെയിലി അതിന് മുന്നേ എത്രയോ ടൈം മുന്നേ സ്ട്രക്ചർ ബ്രേക്ക് തന്ന ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുണ്ടോ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ മേഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, അവിടെ മാർക്കറ്റ് ഷിഫ്റ്റ് നേരത്തെ തന്നെ മാർക്കറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രക്ചറിൽ നമ്മൾ രണ്ട് ടൈം ഫ്രെയിം നോക്കുമ്പോഴും എന്താണ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് ബെയറിഷ് സ്ട്രക്ചറാണ്. പക്ഷേ സോൺ വൈസ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ വൈസ് നോക്കുമ്പോഴത്തേക്ക് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു ബയേഴ്സ് ഉള്ളൊരു സോണിലാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റായിട്ട് നമുക്ക് അങ്ങനെ എൻട്രി പോകാനും പറ്റത്തില്ല. കാരണം നമുക്കൊരു കൺഫർമേഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ലെവലിൽ എന്താണ്, നമുക്ക് നെക്സ്റ്റ് ഡേ, അതായത് മൺഡേ കുറച്ച് വെയിറ്റ് ചെയ്ത് ട്രേഡ്സ് നോക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ എങ്കിലും നമുക്ക് നോക്കാം എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബൈയിങ് കൺസെപ്റ്റിൽ തന്നെ പോവാം. അതായത് മെയിൻ ഫോക്കസ് ചെയ്യാൻ കൊടുക്കുന്നത്, അതായത് ഞാൻ എൻ്റെ അനാലിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൽ നെക്സ്റ്റ് കമ്മിങ് വീക്കിൽ ഒരു പുൾ ബാക്ക് നടക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതായത് പുൾ ബാക്ക് മീൻസ് നമ്മൾ ഈ ലെവലിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് മാർക്കറ്റ് കയറിയിട്ടായിരിക്കും വീണ്ടും ബെയറിഷ്നെസ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്, അത് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോകുക മീൻസ് മുകളിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെയും കാണാം. കണ്ടോ, കൂടെ എന്താണ് ബെയറിഷ് സൈഡിലേക്ക് ഒരു സ്ട്രക്ചർ ബ്രേക്കും കാണാം. അപ്പോൾ ഈ ഒരു ലെവൽ മിറ്റിഗേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എയിം ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈമും ബൈ ട്രേഡ്സിനായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഡെയിലിയും കൈൻഡ് ഓഫ് വീക്ക്ലിയും ഡെയിലിയും കൈൻഡ് ഓഫ് സെയിം വ്യൂസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡെയിലി സോൺ നോക്കുക. അതായത് ഈ ബൈയിങ് നടന്നിട്ടുള്ള ഈ ഒരു സോൺ. ഓക്കെ, അതായത് ക്യാൻഡിൽ സൈക്കോളജിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഓപ്പൺ ഹൈലോ
എന്നുള്ള കോൺസെപ്റ്റ് എടുക്കുമല്ലോ, അതിനകത്ത് ലോയും ക്ലോസും ലോയും കണക്ട് ചെയ്യുക. ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് നെക്സ്റ്റ് ഡേ റിയാക്ഷൻസ് തരുവാണെങ്കിൽ, അതായത് ഇവിടുന്ന് ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം കിട്ടുവാണെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രം ഒരു ലിക്വിഡിറ്റി ത്രസ്റ്റ് കിട്ടുവാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അവിടെ എക്സിക്യൂഷൻ നടത്തുക. കാരണം ലിക്വിഡിറ്റി ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതായത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഗോൾഡിൽ നമുക്കൊരു ബൈ പൊസിഷൻസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് മൺഡേയ്സിലേക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മെയിൻ ലെവൽസ് അല്ലെ മെയിൻ സോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡെയിലിയിൽ ഈ ഒരു സോൺ മിറ്റിഗേറ്റ് എക്സൽ ലെവൽ പറഞ്ഞാൽ 2625 to 2680 ആ ലെവൽ വരെ ഒരു മിറ്റിഗേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻ കേസ് താഴോട്ട് നിങ്ങൾക്ക് സെല്ലാണ് നോക്കണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി ഗ്രാബ് കഴിഞ്ഞ ലോ വയലേറ്റ് ചെയ്താൽ മാത്രം സെല്ല് നോക്കാം. അതാണ് ഗോൾഡിൻ്റെ കറണ്ട് സിനാരിയോ. അടുത്ത് നമുക്ക് BTCയിലോട്ട് പോകാം. BTC ഒന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം ക്രിപ്റ്റോ ചെയ്യുന്നവർക്കറിയാം നല്ല രീതിയിൽ ബുള്ളിഷാണ്. നമ്മൾ 100K എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനുമാണ്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് ചാർട്ടിൽ ടെക്നിക്കൽ വൈസിൽ കുറച്ച് ചെറിയൊരു കോംപ്ലിക്കേഷൻസ് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ വീക്കിലി എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ബുള്ളിഷാണ്. ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. അതായത് ഓൾ ടൈം ഹൈ നമുക്ക് ഏറ്റവും ലാസ്റ്റ് വന്നത് 93,400 സംതിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ചെറിയൊരു ബെയറിഷ്നെസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കൊരു ഡെയിലി നോക്കിയാൽ കൺസോൾട്ടേഷൻ ഇതുണ്ടോ, 1 2 3 കുറച്ചുകൂടെ സൂം ചെയ്യാം. ഓക്കെ, അതായത് ആ ഡെയിലി ലെവൽസ് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 ഇത് ബുള്ളിഷാണ്. ഓക്കെ, അത് കഴിഞ്ഞ് 4 5. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയാലും ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് സ്റ്റിൽ കിടക്കുന്നത്. അതായത് ഒരു 1 2 3 4 5 6 കഴിഞ്ഞ വീക്ക് ഫുള്ള് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു എന്ന് വേണം പ്രോപ്പറായിട്ട് പറയാൻ. ഒരു ത്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ കൺസോൾട്ടേഷനിലോട്ട് വീണ്ടും മാറി. അപ്പോൾ ഇവിടെ നമ്മളൊരു 4 hour സ്ട്രക്ചർ നോക്കിയാൽ മാർക്കറ്റ് ചെറിയൊരു ലിക്വിഡിറ്റി ക്രിയേഷൻ താഴെ നടക്കുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്കിവിടെ ജസ്റ്റ് പ്രോപ്പറായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ ഇതുണ്ടോ, ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേഷൻ സംഭവിക്കുന്നുണ്ട്. നമുക്കിവിടെ ജസ്റ്റ് പ്രോപ്പറായിട്ട് മാപ്പ് ചെയ്യുക. പ്രീവിയസ്ലി ഇത് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു, ലാസ്റ്റ് പോയിന്റ് ഇവിടെ ഉണ്ട്, അതായത് ഓൾ ടൈം ഹൈ ഇവിടെ ഉണ്ട്. അവിടുന്ന് താഴോട്ട് വന്നു, പക്ഷേ എന്താണ്, ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. സ്റ്റിൽ സ്ട്രക്ചർ വൈസ് മൊമെൻറ്റം ഹോൾഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഇവിടെ ഈ റേഞ്ച് കൺസോൾഡേറ്റ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് എന്താണ് എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത ഹൈസിലേക്ക് പോകുന്നതിന് മുന്നേ, അതായത് ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് വീണ്ടും പോകുന്നതിന് മുന്നേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് താഴോട്ട് വീണ്ടും ഒരു ലിക്വിഡിറ്റി ഗ്രാബ് സംഭവിക്കാം. മനസ്സിലായോ? അതായത് ഈ ഞാൻ മാർക്ക് ചെയ്ത ആ ഒരു ലെവല് മാർക്കറ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന്, അല്ലെങ്കിൽ ബൈയിങ് പ്രഷർ നടക്കുന്ന ഈ ഒരു സോണിൽ നിന്ന്, ലാസ്റ്റ് ഇവിടെയാണ്, ഈ ഒരു സോണിൽ നിന്ന് എന്ത് ചെയ്യാം, മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ആവാം. എന്നിട്ടായിരിക്കും നെക്സ്റ്റ് ഫുൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി. അത് 4 hour ചാർട്ടിലാണ് പറഞ്ഞത്. അപ്പോൾ വ്യൂസും ആ രീതിയിലേക്ക് നെക്സ്റ്റ് വീക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ 1 hourൽ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കുറച്ച് മോർണിംഗിൽ തന്നെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ലൈക്ക് ഒരു ചാർട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 hourൽ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു സോണാണ്. ഓക്കെ, കാരണം എന്താണ്, ഇവിടെ 1 hourൽ നമ്മൾ നോക്കുമ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് കോൺസെപ്റ്റ് അറിയാവുന്നവർക്കറിയാം, പ്യുവർ ഡിമാൻഡാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ത്രസ്റ്റ് നമ്മൾ എന്താണ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചെറിയൊരു ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ലിക്വിഡിറ്റി ഒന്ന് കളക്ട് ചെയ്യുക. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ നേരെ താഴോട്ട് ഡംപ് വരുന്ന ആഴ്ച ഈ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇതാണ് BTCയിൽ എൻ്റെ കറണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗോൾഡും BTCയും ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ എല്ലാ വീക്കിലും അത് തന്നെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് ഗോൾഡിലാണ്. അപ്പോൾ ഗോൾഡിൻ്റെ അനാലിസിസ് ആയിരിക്കും മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ BTC പറഞ്ഞ പോലെ കറൻ്റ്ലി ക്രിപ്റ്റോ നല്ല ബുള്ളിഷ് ആയതുകൊണ്ട് നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുണ്ട്. അപ്പോൾ അതും നമ്മൾ ബെനിഫിറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ക്യാപിറ്റലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ലെവൽസ് കാര്യങ്ങൾ എല്ലാവരും ചാർട്ടിൽ കാര്യങ്ങളിൽ കീപ്പ് ചെയ്യുക. നിങ്ങളുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നെക്സ്റ്റ് വീക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും സേഫ് ട്രേഡിംഗ്.